നമസ്കാരം. നരേന്ദ്രമോദി അർദ്ധരാത്രിയിൽ വന്ന രാജ്യത്തിൻ്റെ യുവാക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു. ഓരോ ആൾക്കാരുടെയും കണ്ണിൽ നോക്കുന്ന രീതിയിലായിരുന്നു ആ വീഡിയോ ചിത്രീകരിച്ചത്. അതിന് ഉടനടി തന്നെ ഒരു തീരുമാനവും എടുത്തിട്ടുണ്ട് അദ്ദേഹം. അതായത് രാജ്യത്തിലെ യുവാക്കൾക്ക് കുറ്റമറ്റ രീതിയിൽ പരീക്ഷാ സംവിധാനം ഇവിടെ ഉണ്ടാക്കും എന്ന് നരേന്ദ്രമോദി രാജ്യത്തെ യുവാക്കൾക്ക് വാക്കുകൊടുത്തു. ആ വാക്ക് കൃത്യമായി പാലിച്ചിരിക്കുകയാണ് ഇപ്പോൾ. അതായത് ഓരോ വ്യക്തിക്കും അഭിമാനം തോന്നുന്ന തരത്തിൽ അത്ര സ്പീഡായിട്ടുള്ള അത്ര ഫാസ്റ്റായിട്ടുള്ള ഡിസിഷനാണ് ഉന്നതാധികാര സമിതി അദ്ദേഹം നിയോഗിച്ചിരിക്കുകയാണ്. നന്ദൻ നീലേഖനി, ഇൻഫോസിസിൻ്റെ കോ ഫൗണ്ടറായ നന്ദൻ നീലേഖനിയാണ് ഈ ഉന്നതാധികാര സമിതിയുടെ അധ്യക്ഷൻ. മറ്റൊരാൾ എസ് സോംനാഥാണ് ISROയുടെ മുൻ ചെയർമാനായിട്ടുള്ള എസ് സോംനാഥ്. മലയാളി സാന്നിധ്യവും കൂടി അവിടെ ഉറപ്പിച്ചിരിക്കുകയാണ്. വി കാമകോടി മറ്റൊരു അംഗം വി കാമകോടിയാണ്. IIT മദ്രാസിൻ്റെ ഡയറക്ടറായിരുന്ന വി കാമകോടി, തപൻ ദേഖ IB ഡയറക്ടറായിരുന്ന തപൻ ദേഖ, അമൃത്ലാൽ മീന ലോജിസ്റ്റിക് എക്സ്പെർട്ട്, അനിത കർവാൾ എന്നിവരാണ് ഈ സമിതിയിലെ മറ്റ് അംഗങ്ങൾ. മോദി എന്ത് വാക്ക് നൽകിയോ അത് പാലിച്ചിരിക്കുകയാണ്. അദ്ദേഹം രാത്രി വന്നെന്ന് പ്രസംഗിച്ചപ്പോൾ ചില ആൾക്കാരൊക്കെ ഈ കിളവൻ രാത്രിയിൽ എന്തിനാണ് വന്നിരിക്കുന്നത്, അങ്ങനെ അദ്ദേഹത്തെ ഇനി പറയാനൊന്നുമില്ല. തന്തയ്ക്ക് വിളിയും അതോടൊപ്പം തന്നെ അമ്മയ്ക്ക് വിളിയും ഒക്കെയായിട്ട് CJPയും CJPയുടെ എന്താ പറയുക സഹായക ഘടകങ്ങളും ഒക്കെ വളരെ മോശമായ രീതിയിലുള്ള ആരോപണങ്ങളാണ് നരേന്ദ്രമോദിക്കെതിരെ ഉന്നയിച്ചിരുന്നത്. കഴിഞ്ഞ 12 വർഷം രാജ്യത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. ഇവിടെ ഒരു എയിംസ് മാത്രം സ്ഥാപിച്ച ഒരു പ്രധാനമന്ത്രിയുണ്ട്, ജവഹർലാൽ നെഹ്റു. നരേന്ദ്രമോദി 12 എയിംസാണ് സ്ഥാപിച്ചത്. 12 എയിംസ്. രാജ്യത്തിൽ 1999 വരെയും ഒറ്റ എയിംസാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ആ എയിംസ് പല സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരാനുള്ള തീരുമാനങ്ങൾ എടുത്തത് വാജ്പേയിയുടെ നേതൃത്വത്തിലാണ്. പിന്നീട് ഓരോരോ എയിംസ് വിധമൊക്കെയാണ് പലരും കൊണ്ടുവന്നതെങ്കിൽ നരേന്ദ്രമോദി 12 വർഷം കൊണ്ട് 12 എയിംസാണ് ഈ രാജ്യത്തിന് സംഭാവന നൽകിയത്. 340 മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നിടത്തു നിന്ന് ഇപ്പോൾ 900-ലധികം മെഡിക്കൽ കോളേജുകൾ ഉണ്ടാക്കി. അതോടൊപ്പം തന്നെ മെഡിക്കൽ സീറ്റുകളുടെ എണ്ണം വർദ്ധിച്ചു. രാജ്യത്ത് നിർണായകമായ വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന് കീഴിലുള്ള ടീമിനും എതിരെയാണ് ഈ രീതിയിലുള്ള അപഖ്യാതികൾ പറഞ്ഞു പരത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഏതായാലും അദ്ദേഹത്തിന് എതിരെ എറിയുന്ന കല്ലുകളെപ്പോലും പുഷ്പങ്ങളാക്കി മാറ്റുവാനുള്ള ശേഷിയുള്ള നേതാവാണ് അദ്ദേഹമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ 56 ഇഞ്ചുകാരൻ. അപ്പോൾ പപ്പുമനെ, ഈ 56 ഇഞ്ചുകാരൻ നിങ്ങളെ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇനിയുമേറെ പപ്പു അദ്ദേഹത്തെ മനസ്സിലാക്കാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ പരാജയത്തിൽ നിന്ന് പരാജയത്തിലേക്ക് കോൺഗ്രസ് കൂപ്പുകുത്തുകയാണ്. അതായത് രാജ്യത്തിലെ യുവാക്കളെ അണിനിരത്തിക്കൊണ്ട് വലിയ പ്രക്ഷോഭം നടത്തി ഈ സർക്കാരിനെയും രാജ്യത്തെയും അട്ടിമറിക്കുവാനാണ് അവർ പദ്ധതി ഇട്ടിരുന്നതെങ്കിൽ അതൊക്കെ തന്നെ വെട്ടിമാറ്റി, കടക്കൽ വെച്ച് വെട്ടിമാറ്റുന്ന ഒരു സമീപനം തന്നെയാണ് നരേന്ദ്രമോദിയുടെ ഭാഗത്തുണ്ടായത്. എന്തൊക്കെയാണ് അദ്ദേഹം പെട്ടെന്നെടുത്ത തീരുമാനങ്ങൾ? ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. ഒരു ലൂപ്പ് ഹോളും ഇനി ഉണ്ടാകില്ല പരീക്ഷയ്ക്ക് എന്ന് അദ്ദേഹം ഉറപ്പ് കൊടുത്തു. അതിനുവേണ്ടി ഉന്നതാധികാര സമിതിയെ നിയോഗിച്ചു. ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് ധനസഹായം നൽകുമെന്ന് പറഞ്ഞു. നൽകാനുള്ള എല്ലാ വ്യവസ്ഥകളും ചെയ്തു കഴിഞ്ഞു. ഇങ്ങനെ വളരെ പെട്ടെന്ന് സത്വരമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദി. ഇനി ആർക്കാണ് എന്താണ് അദ്ദേഹത്തിനെതിരെ പറയാനുള്ളത്? ഇവരുടെ CJPയുടെ തന്നെ ചില നേതാക്കന്മാർ യോഗി ആദിത്യനാഥിനെയൊക്കെ വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു. അതിന് മറുപടിയും യോഗി പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, ഇവിടെ CJPയുടെ ഇടയിൽ വാലുകളായിട്ട് ചില ആൾക്കാർ അങ്ങോട്ട് ചെന്ന് ചാടുകയുണ്ടായി. അവരുടെയൊക്കെ നേട്ടത്തിന് വേണ്ടിയിട്ടൊക്കെ ചാടുകയുണ്ടായി. ഈ ജാൻമണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, കൊച്ചുപ്രേമൻ ജാൻമണി എന്നൊക്കെ പറയുമ്പോഴുള്ള ആൾക്കാർ അവിടെ ചെന്നുകൊണ്ട് അങ്ങനെയുള്ള ജന്മങ്ങളൊക്കെ പോയി ചാടിയിട്ടുണ്ടായിരുന്നു. അതിനും വളരെ കൃത്യമായ രീതിയിലുള്ള മറുപടികൾ BJPക്കാരൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുക തന്നെയാണ്. അപ്പം അധികമൊന്നും കിടന്ന് ചാടണ്ട. എന്താണ് ഈ രാജ്യത്തിന് വേണ്ടത് എന്ന് വളരെ കൃത്യമായിട്ട് NDA നേതൃത്വത്തിന് അറിയാം. വളരെ കൃത്യമായ തീരുമാനങ്ങൾ വളരെ കൃത്യമായ സമയത്ത് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് കലാപക്കാരും കലാപക്കൊടി ഉയർത്തിയവരും ഈ രാജ്യത്തെ അട്ടിമറിക്കാൻ നടന്നവരും ഒന്നും ഇനി അങ്ങോട്ട് ഇതും പറഞ്ഞുകൊണ്ട് ചെല്ലണ്ട. ഒരു ലൂപ്പ് ഹോൾ ഉണ്ടായിരുന്നതായിട്ട് ബോധ്യപ്പെട്ടിരുന്നു അദ്ദേഹത്തിന്. അതായത് ഇവിടെ ഇങ്ങനെ പരീക്ഷാ സിസ്റ്റത്തിൻ്റെ ഒക്കെ പേരിൽ അത് ചൂണ്ടിക്കാണിക്കപ്പെട്ട കുറച്ച് പേരെങ്കിലും വളരെ ജെന്യുവിനായിട്ട് അത് അഡ്രസ്സ് ചെയ്യേണ്ടതാണ്, അത് മാറ്റം വരുത്തേണ്ടതാണ് എന്നവർക്ക് തോന്നിയിട്ടുണ്ട്. അതിനു വേണ്ടിയുള്ള തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അങ്ങോട്ട് കലാപക്കൊടി ഉയർത്താൻ പോകണ്ട. പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഒന്നാം തരം പണി തന്നെ കിട്ടും.